ഏവർക്കും നമസ്കാരം. ഗ്രീൻ PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബോഡി പാർട്സ് ഓഫ് എ ഡയറി കൗ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഇപ്പോൾ ഇവിടെ ആൻസർ ഒരു തരത്തിലുള്ള മാർക്കിങ്ങും കൊടുത്തിട്ടില്ല, ഉള്ളി നമ്മൾ പറഞ്ഞു മാത്രമാണ് പോകുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ സൗണ്ട് മ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഒരു എക്സാം പോലെ ഇത് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ ഭാഗം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഏരിയ അറൗണ്ട് ദ നോസ്ട്രൽ ആൻഡ് മൗത്ത് ദാറ്റ് ഇറ്റ് ഈസ് യൂസസ് ഫോർ ഗ്രേസിംഗ്, ഡ്രിങ്കിങ് ആൻഡ് എക്സ്പ്ലോറിങ്. ഓപ്ഷൻ ശ്രദ്ധിച്ച്. എ പോൾ, ഓപ്ഷൻ ബി മസിൽ, ഓപ്ഷൻ സി മസിൽ, ഓപ്ഷൻ ഡി ജോ. ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ. അതെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, മസിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഒസിപ്പിറ്റൽ പോർഷൻ അറ്റ് ദ ബാക്ക് ഓഫ് ദ സ്കൾ ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് ഓർ റൈറ്റ് ബിറ്റ്വീൻ ഇയേഴ്സ് ഓർ ഹോൺസ് ഇൻ എ ഹോൺഡ് കാറ്റിൽ ഈസ് കോൾഡ്. ഏതായിരിക്കും ആൻസറാ? ഓപ്ഷൻ ശ്രദ്ധിച്ച്. ഓപ്ഷൻ എ വിതർ, ഓപ്ഷൻ ബി പോൾ, ഓപ്ഷൻ സി ഫോർ ഹെഡ്, ഓപ്ഷൻ ഡി ചിൻ. ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ ബി ആണ് ആൻസർ, പോൾ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ യുണീക് ബയോമെട്രിക് ഐഡൻറ്റിഫയർ ദാറ്റ് സിമിലർ ടു എ ഹ്യൂമൻ ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽ കാറ്റിൽ. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ ടോസ്, ഓപ്ഷൻ ബി ഹൂഫ്, ഓപ്ഷൻ സി ഐ, ഓപ്ഷൻ ഡി മസിൽ. പെട്ടെന്ന് പറഞ്ഞേ, ഏതായിരിക്കും ആൻസർ? അതെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, മസിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഈസ് യൂസ്ഡ് ആസ് എ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ടു ഐഡൻറ്റിഫൈ ഡിസീസ്ഡ് ഓർ അൺഹെൽത്തി അനിമൽ? ഓപ്ഷൻ ശ്രദ്ധിച്ച്. എ മസിൽ, ഓപ്ഷൻ ബി അഡർ, ഓപ്ഷൻ സി ത്രോട്ട്, ഓപ്ഷൻ ബി ബ്രിസ്കറ്റ്. ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ എ ആണ് ആൻസർ, മസിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓർ പാർട്സ് യൂസ്ഡ് ഫോർ ഏജ് ഡിറ്റർമിനേഷൻ ഇൻ കാറ്റിൽ? ഓപ്ഷൻ ശ്രദ്ധിച്ച്. എ സ്കിൻ, ഓപ്ഷൻ ബി ടീത്ത്, ഓപ്ഷൻ സി ഹോൺ, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ഏതായിരിക്കും ആൻസർ? പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. അതെ, ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ബി ആൻഡ് സി. ആറാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The term used to indicate the front region of an animal. ഓപ്ഷൻ ശ്രദ്ധിച്ച്. എ ക്രേനിയൽ, ഓപ്ഷൻ ബി കൗഡൽ, ഓപ്ഷൻ സി ആൻറ്റീരിയർ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The term ventral indicates. ഓപ്ഷൻ ശ്രദ്ധിച്ചോ. ഓപ്ഷൻ എ അപ്പർ സർഫസ് ഓഫ് ദ ബോഡി, ഓപ്ഷൻ ബി സൈഡ് ഓഫ് ദ ബോഡി, ഓപ്ഷൻ സി അണ്ടർ സർഫസ് ഓഫ് ദ ബോഡി, ഓപ്ഷൻ ഡി നൺ. ഏതാണ് ആൻസർ? നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞു. വെൻട്രൽ വയർ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, അണ്ടർ സർഫസ് ഓഫ് ദ ബോഡി. ഓക്കെ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡേറ്റ് സെപ്പറേറ്റ്സ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ് ഓഫ് ദ അഡർ ഇൻ എ കൗ ആൻഡ് ആൾസോ ഹെൽപ്സ് ടു അറ്റാച്ച് ദ അഡർ ടു ദ കൗസ് അബ്ഡോമൻ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ മീഡിയൻ സസ്പെൻസറി ലിഗമെൻറ്റ്, ഓപ്ഷൻ ബി സ്റ്റൈഫിൾ, ഓപ്ഷൻ സി പിൻ ബോൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ഏതായിരിക്കും ആൻസർ? അതെ, ഓപ്ഷൻ എ ആണ്, മീഡിയൻ സസ്പെൻസറി ലിഗമെൻറ്റ്. ഇവിടെ നമ്മൾ 3 പോയിൻ്റെങ്കിലും മിനിമം ഓർത്തിരിക്കുക. ഇതൊരു ഇലാസ്റ്റിക് സ്ട്രക്ചറാണ്. ഇത് അഡറിനെ എന്ത് ചെയ്യുന്നു? താങ്ങി നിർത്തുന്ന ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാറ്റിലിൻ്റെ അഡറിനെ ലെഫ്റ്റായിട്ടും റൈറ്റ് അഡറായിട്ടും വേർതിരിക്കുന്ന സ്ട്രക്ചർ ഏതെന്ന് ചോദിച്ചാൽ അത് മീഡിയൻ സസ്പെൻസറി ലിഗമെൻ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡേഷ് ഈസ് ആൾസോ നോൺ ആസ് മിൽക്ക് വെയിൻ ഇൻ കൗ. ഓപ്ഷൻ എ നോക്കുക, എക്സ്റ്റേണൽ പ്യുഡൻഡൽ വെയിൻ, ഓപ്ഷൻ ബി പെരിനിയൽ വെയിൻ, ഓപ്ഷൻ സി സബ്ക്യൂട്ടേനിയസ് അബ്ഡോമൻ വെയിൻ, ഓപ്ഷൻ സി ജുഗുലാർ വെയിൻ. ഏതായിരിക്കും ആൻസർ? അതെ,
ഓപ്ഷൻ സി സബ്ക്യൂട്ടേനിയസ് അബ്ഡോമൻ വെയിൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 സി ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ സി ഓപ്ഷൻ ആയിട്ടുള്ള സബ്ക്യൂട്ടേനിയസ് അബ്ഡോമൻ വെയിൻ ആണ് റൈറ്റ് ആൻസർ. ഇനി നമ്മൾ മാമറി വെയിൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് വെയിനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് 3 വെയിനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മിൽക്ക് വെയിൻ. അങ്ങനെ നമ്മൾ 3 വെയിൻ പറഞ്ഞില്ലേ ആ സമയത്ത്, ആ 3 വെയിനുകൾ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാണ് എക്സ്റ്റേണൽ പ്യുഡൻഡൽ വെയിൻ, രണ്ടാമത് പെരിനിയൽ വെയിൻ, മൂന്നാമത്താണ് സബ്ക്യൂട്ടേനിയസ് അബ്ഡോമൻ വെയിൻ അല്ലെങ്കിൽ മിൽക്ക് വെയിൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഡോസൽ ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ച്, റിയർ റീജിയൻ ഓഫ് അനിമൽ. ഓപ്ഷൻ ബി സൈഡ് ഓഫ് ദ ബോഡി. ഓപ്ഷൻ സി ഫ്രണ്ട് റീജിയൻ ഓഫ് അനിമൽ. ഓപ്ഷൻ ഡി അപ്പർ സർഫസ് ഓഫ് ദ ബോഡി. ഏതായിരിക്കും ആൻസർ? ഡോസൽ ഏതായിരിക്കും? അതെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, അപ്പർ സർഫസ് ഓഫ് ദ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് എ കൗ ദാറ്റ് ക്യാൻ ബി അഫക്റ്റഡ് ബൈ ഡിസീസ്? ഓപ്ഷൻ ശ്രദ്ധിച്ച്, എ ഡിവ്ലാപ്പ്. ഓപ്ഷൻ ബി പോൾ. ഓപ്ഷൻ സി സ്വിച്ച്. ഓപ്ഷൻ ഡി ബ്രിസ്ക്കറ്റ്. ഏതായിരിക്കും? അത് ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ബ്രിസ്ക്കറ്റ്. ഇത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയെന്നോ. ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതായത് ഉയർന്ന പ്രദേശങ്ങളിലെ കാറ്റിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ബ്രിസ്ക്കറ്റ് ഡിസീസ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഉയർന്ന പ്രദേശങ്ങളിലെ കാറ്റിലിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ആ ബ്രിസ്ക്കറ്റ് എന്ന ഭാഗത്ത് എഡിമ ഉണ്ടാകുന്നു. അതിനെയാണ് ബ്രിസ്ക്കറ്റ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. HS അല്ലെങ്കിൽ പാസ്റ്റലോലിസ്, ഹെമറേജ് സെപ്റ്റിസീമിയ അല്ലെങ്കിൽ പാസ്റ്റലോലിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒരു മെയിൻ സിംറ്റമാണ് ഇത്, ബ്രിസ്ക്കറ്റ് എഡിമ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കാറ്റിൽ എ ഫോൾഡ് ഓഫ് സ്കിൻ ദാറ്റ് ഹാങ്സ് ഫ്രം ദ നെക്ക് ഓർ ലോവർ ജോ. ഓപ്ഷൻ ശ്രദ്ധിച്ച്, എ ഡിവ്ലാപ്പ്. ഓപ്ഷൻ ബി ബ്രിസ്ക്കറ്റ്. ഓപ്ഷൻ സി ത്രോട്ട്. ഓപ്ഷൻ ഡി വിതർ. ഏതായിരിക്കും ആൻസർ? അതെ, ഓപ്ഷൻ എ ആണ് ഡിവ്ലാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ലാറ്ററൽ ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ച്, ഹൈൻഡ് റീജിയൻ അനിമൽ. ഓപ്ഷൻ ബി സൈഡ് ഓഫ് ദ ബോഡി. ഓപ്ഷൻ സി അണ്ടർ സർഫസ് ഓഫ് ദ ബോഡി. ഓപ്ഷൻ ഡി അപ്പർ സർഫസ് ഓഫ് ദ ബോഡി. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ. അതെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, സൈഡ് ഓഫ് ദ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ തൊറാസിക് റീജിയൻ? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ബാരൽ. ഓപ്ഷൻ ബി റിബ്സ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി നൺ. ഏതാണ് ആൻസർ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കൗ ദ ബുഷി ടിപ്പ് ഓഫ് ദ ടെയിൽ ഈസ് കോൾഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ച്, എ ലോയിൻ. ഓപ്ഷൻ ബി ചിൻ. ഓപ്ഷൻ സി സ്വിച്ച്. ഓപ്ഷൻ ഡി നൺ. ഏതായിരിക്കും ആൻസർ? അതെ, സ്വിച്ച് ആണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ crust of fat, muscle and soft tissue found on the dorsal surface of the body in some breeds of cattle like Brahma and Cebu. ഓപ്ഷൻ ശ്രദ്ധിച്ച്, എ വിതർ. ഓപ്ഷൻ ബി ക്രോപ്പ്. ഓപ്ഷൻ സി ഹംപ്. ഓപ്ഷൻ ഡി ലോയിൻ. ഏതായിരിക്കും ആൻസർ? അതെ, ഓപ്ഷൻ സി ആണ്, ഹംപ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ജുഗുലാർ വെയിൻ ഈസ് ഫൗണ്ട് ഇൻ. ഓപ്ഷൻ ശ്രദ്ധിച്ച്, പോയിന്റ് ഓഫ് ഷോൾഡർ. ഓപ്ഷൻ ബി ഫോർ അഡർ. ഓപ്ഷൻ സി തൈ. ഓപ്ഷൻ ഡി നെക്ക്. ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതെ, ഓപ്ഷൻ ഡി ആണ്, നെക്കാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ബോസ് ഇൻഡിക്കസ് ബുൾ ഷീത്ത് ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഓപ്ഷൻ ശ്രദ്ധിച്ച്, എ വെൻട്രൽ. ഓപ്ഷൻ ബി ലാറ്ററൽ. ഓപ്ഷൻ സി കൗഡൽ. ഓപ്ഷൻ ഡി ഡോസൽ. ഏതാണ്? അതെ, ഓപ്ഷൻ എ ആണ്, വെൻട്രൽ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? ഓരോന്നായിട്ട് ഞാൻ വായിച്ചു തരാം, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ലാറ്ററൽ സൈഡ് ഓഫ് ദ ബോഡി. ഓപ്ഷൻ ബി കൗഡൽ പോസ്റ്റീരിയർ. ഓപ്ഷൻ സി ക്രേനിയൽ റിയർ ഓർ ഹൈൻഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഏതാണ്? അതെ, ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അത് ക്രേനിയൽ റിയർ ഓർ ഹൈൻഡ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ക്രേനിയൽ എന്ന് പറയുന്നത് ആൻറ്റീരിയർ സൈഡ് ഓഫ് ദ ആനിമൽ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഡേഷ് ഈസ് എ കട്ട് ഓഫ് മീറ്റ് ഫ്രം ദ ലോവർ ചെസ്റ്റ് ഓഫ് ബീഫ് ഓർ വീൽ. ഓപ്ഷൻ ശ്രദ്ധിച്ച്, എ ലോയിൻ. ഓപ്ഷൻ ബി ചങ്ക്. ഓപ്ഷൻ സി ഷാങ്ക്.
ഓപ്ഷൻ ഡി ബ്രിസ്ക്കറ്റ്. ഏതാണ്? അതെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ബ്രിസ്ക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തേത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ റിഗാർഡിംഗ് മസിൽ ഇൻ കാറ്റിൽ? ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വായിക്കാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ആൻ യൂണിക് ആനിമൽ ഐഡൻറ്റിഫയർ ദാറ്റ് ഈസ് സിമിലർ ടു ഹ്യൂമൻ ഫിംഗർ പ്രിൻ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ചേഞ്ചസ് ടു കൗസ് മസിൽ ക്യാൻ ഇൻഡിക്കേറ്റ് ഹെൽത്ത് ഇഷ്യൂ. മൂന്നാമത്തെ നോക്കുക. ഇൻ കാറ്റിൽ ആൻഡ് ബഫലോ ദ മസിൽ ഈസ് ഓൾവേസ് വെറ്റ്. നാലാമത്തെ നോക്കുക. ദ മസിൽ പാറ്റേൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബീഡ്സ് ആൻഡ് റിഡ്ജസ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെ ശരിയാണോ തെറ്റാണോ പെട്ടെന്ന് പറഞ്ഞേ. അതെ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആൾ ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ റോങ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ദ ക്രേനിയൽ ഇൻഡിക്കേറ്റ് ഫ്രണ്ട് റീജിയൻ ഓഫ് ആനിമൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ആൻറ്റീരിയർ ഇൻഡിക്കേറ്റ് റിയർ ഓർ ഹൈൻഡ് റീജിയൻ ഓഫ് ആനിമൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഡോസൽ ഇൻഡിക്കേറ്റ് ദ സൈഡ് ഓഫ് ദ ബോഡി. നാലാമത്തെ പ്രസ്താവന നോക്കുക. വെൻട്രൽ ഇൻഡിക്കേറ്റ് അണ്ടർ സർഫസ് ഓഫ് ദ ബോഡി. ഏതാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്? അതെ, ഓപ്ഷൻ ബി ആണ്. സെക്കൻഡും തേർഡും, അതായത് രണ്ടും മൂന്നാമത്തെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഹെവി ഹം, ഒളിമിനസ് ഷീത്ത്, കപ്പാഷ്യസ് അഡർ ആൻഡ് തിക്ക് ഹോൺസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെഡ് സിന്ധി. ഫൈൻഡ് ദ റെസ്പെക്റ്റീവ് ലൊക്കേഷൻ ഓഫ് ഈച്ച് പാർട്സ് മെൻഷൻ എബോവ്. ഓപ്ഷൻ നോക്കിയേ. എ ലാറ്ററൽ, ഡോസൽ, കൗഡൽ, ആൻറ്റീരിയർ. ഓപ്ഷൻ ബി വെൻട്രൽ, ആൻറ്റീരിയർ, ഡോസൽ, കൗഡൽ. ഓപ്ഷൻ സി ഡോസൽ, വെൻട്രൽ, വെൻട്രൽ, ആൻറ്റീരിയർ. ഓപ്ഷൻ ഡി ഡോസൽ, ഡോസൽ, വെൻട്രൽ, പോസ്റ്റീരിയർ. ഏതായിരിക്കും ആൻസർ? അതെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഡോസൽ, വെൻട്രൽ, വെൻട്രൽ, ആൻറ്റീരിയർ. നമുക്ക് നോക്കാം എങ്ങനെയെന്നാ. ഹെവി ഹമ്പ് വന്നിട്ട് ഡോസൽ ഭാഗത്താണ്. ഇനി ഒളിമിനസ് ഷീത്ത് വന്നിട്ട് വെൻട്രൽ ഭാഗത്താണ്. ഇനി കാപ്പേഷ്യസ് അഡർ വന്നിട്ട് വെൻട്രൽ ഭാഗത്താണ്. ഇനി തിക്ക് ഹോൺ വന്നിട്ട് ആൻറ്റീരിയർ ഭാഗത്താണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഫോർ ലെഗ് ഓഫ് എ കൗ? ഏതായിരിക്കും നോക്കാം. ഓപ്ഷൻ ഫസ്റ്റ് ഡീപ്ക്ല. ഓപ്ഷൻ ബി പാസ്റ്റേൺ. ഓപ്ഷൻ സി ഹൂഫ്. ഓപ്ഷൻ ഡി ഹോക്ക്. ഏതാണ് ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ. അതെ, ഓപ്ഷൻ ഡി ആണ്, ഹോക്കാണ് ആൻസർ ഇവിടുത്തെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 25ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡറിങ് ദ ഡോസൽ പാർട്ട് ഓഫ് എ കൗ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ നോക്കിയേ. വിതർ, ചിൻ, ലോയിൻ, റംപ്. ഓപ്ഷൻ ബി നോക്കുക. വിതർ, ഹാർട്ട് ഗ്രിത്ത്, ലോയിൻ, റംപ്. ഓപ്ഷൻ സി നോക്കുക. വിതർ, ഹാർട്ട് ഗ്രിത്ത്, ലോയിൻ, ബാരൽ. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ് റൈറ്റ് ആൻസർ? ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.